ഒരു വിശ്വാസിയായ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്കറിയോ? എപ്പോഴും അവൻ്റെ അള്ളാഹുവിലേക്ക് നടന്നെടുക്കുന്നവനാവണം. ആ അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാലോ തത്തീശുബീരീശീ, ചിറകില്ലാതെ അവനക്ക് പറക്കാൻ കഴിയും. ചിറകില്ലാതെ പറക്കുന്ന ചില പക്ഷികളുണ്ട്. അത് വിശ്വാസിയുടെ മനസ്സാണ്, അത് മുഅ്മിന്റെ റൂഹാണ്. അത് ചിറകില്ലാതെ അങ്ങനെ പറക്കും. എവിടേക്ക്? ഇലാ മലക്കൂത്തി സമായി, അള്ളാഹുവിൻ്റെ മലക്കൂത്ത് സമായിലേക്ക്. നിങ്ങൾക്കറിയോ ദാവൂദ് നബിനെ? ദാവൂദ് നബി പാട്ടുകാരനാ, വലിയ പാട്ടുകാരനാ. ആരെക്കുറിച്ചാ ദാവൂദ് നബി പാടിയത്? അനില്ല, അള്ളാഹുവിനെ കുറിച്ച്. ആ ദാവൂദ് നബിയുടെ പാട്ട് കേൾക്കാൻ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ വരും, കാട്ടിലെ മൃഗങ്ങൾ വരും. എന്നിട്ട് ദാവൂദ് നബിയുടെ അടുത്തങ്ങനെ ഇരിക്കുമായിരുന്നു അത്രേ. ദാവൂദ് നബി പാട്ട് തുടങ്ങിയാൽ നദിയിലൂടെ ഒഴുകുന്ന, ജയ്ഹൂൻ നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്ക് പോലും ദാവൂദ് നബിയുടെ സ്വരരാഗ സുത കേട്ടാൽ നിലച്ചു പോകുമായിരുന്നു അത്രേ. അത്രയും വലിയ പാട്ടുകാരൻ. ക്രൈസ്തവ സഹോദരങ്ങൾക്കറിയാം ദാവൂദ് നബിയെ. അവരുടെ ബൈബിളിലും ദാവൂദ് നബിയെ പറയുന്നുണ്ട് ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ നിന്ന്. ആരെക്കുറിച്ചാ പാടിയത്? അനില്ല, അള്ളാഹുവിനെ കുറിച്ച്. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവാനെന്ന ഖ്യാതി നേടുമ്പോഴും ഈജിപ്തിലെ സുലൈഖ വിളിച്ചു കൂട്ടിയ സ്ത്രീകൾ ആരുടെ സൗന്ദര്യം കണ്ടിട്ടാണോ അവരുടെ കൈവിരലുകൾ മുറിച്ചു പോയത്? യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് അവരുടെ കൈവിരലുകൾ മുറിച്ചു പോയ ആ വേദന പോലും അവര് മറന്നുപോയിരുന്നു അത്രേ. അവര് തന്നെ മനസ്സുകൊണ്ട് പറഞ്ഞു പോയി, വക്കുൽന ഹാശ ലില്ലാഹി മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനല്ല, ഇത് മലക്കാണെന്ന്. അപ്പോൾ ഇത്ര വലിയ സൗന്ദര്യം കിട്ടിയിട്ടും, സ്വപ്ന വ്യാഖ്യാനമെന്ന പദവി കിട്ടിയിട്ടും, മിസ്റിന്റെ അധികാരത്തിന്റെ കിരീടം തലയിൽ ചൂടുമ്പോഴും യൂസുഫ് നബിയുടെ ഒരേ ഒരു ചിന്ത എന്താ നിങ്ങൾക്കറിയോ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ എന്നാണ്. പടച്ചോനെ, നീ എന്നെ നിന്നിലേക്കടുത്ത സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാക്കണേ റബ്ബേ, നീ എന്നെ മുസ്ലിം ആക്കണേ റബ്ബേ എന്ന്. അപ്പോ ഒരു വിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും അവന്റെ റബ്ബിലേക്ക് നടന്നെടുക്കുന്നവനാവണം.